ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിലൂടെ സഞ്ചരിക്കാം. പുസ്തകത്തിൻ്റെ പേര് ദി സീക്രട്ട്, രഹസ്യം. റോണ്ടോ ബേൺ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു മനോഹര ശില്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലോകത്തിലെ വളരെയധികം ആളുകൾക്ക് വളരെ വലിയ ജീവിത വിജയം സമ്മാനിച്ച ഒരു പുസ്തകമാണ് ദി സീക്രട്ട്. നൂറ്റാണ്ടുകളായി ഒരു മഹാരഹസ്യത്തിൻ്റെ ശകലങ്ങൾ വാമൊഴികളിൽ, സാഹിത്യങ്ങളിൽ, മതങ്ങളിൽ, തത്വശാസ്ത്രങ്ങളിൽ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ചിതറിക്കിടന്നിരുന്ന ആ രഹസ്യ ശകലങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആദ്യമായി ഒരു വിശിഷ്ടമായ വെളിപാട് ഉണ്ടായിരിക്കുന്നു. ഇത് വായിച്ച് അനുഭവിക്കുന്ന ആരുടെയും ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന വിസ്മയകരമായ ഒരു വെളിപാട്. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും പണം, ആരോഗ്യം, ബന്ധങ്ങൾ, സന്തോഷം, ഈ രഹസ്യത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. ഇന്നോളം പ്രയോഗിക്കാനാവാതെ നിങ്ങൾക്കുള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്ന ശക്തിയെ നിങ്ങൾ അറിയാൻ തുടങ്ങുന്നു. ഈ വെളിപാട് ജീവിതത്തിലാകമാനം സുഖവും സന്തോഷവും നേടിത്തരും. ഈ ജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തി പണവും ആരോഗ്യവും സന്തോഷവും നേടിയ ആധുനിക കാല ഗുരുക്കന്മാർ പകർന്നു തരുന്ന വിജ്ഞാനം ഈ ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു. ഈ രഹസ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം പ്രയോഗിച്ച് രോഗങ്ങളിൽ നിന്ന് മുക്തി, ആഗ്രഹിച്ച സമ്പത്ത് എന്നിവ നേടിയതിൻ്റെ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്തതിൻ്റെ, ജീവിത വിജയം നേടിയതിൻ്റെ എല്ലാം ഒട്ടേറെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ചിന്തകൾക്ക് ഒരു കാന്തിക ശക്തിയുണ്ട്. അത് ഒരു കാന്തിക പ്രഭാവം പ്രസരിപ്പിക്കുന്നു. സമാന്തരമായവയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. ചിന്തകൾക്കൊരു തരംഗ ദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള സമാനമായ കാര്യങ്ങളെ കാന്തിക ശക്തിയോടെ ആകർഷിക്കും. പുറത്തേക്ക് അയക്കുന്നതെല്ലാം ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചു വരും. ഉത്ഭവസ്ഥാനം എന്നത് നിങ്ങളാണ്. നമുക്കിതിനെ ഈ രീതിയിൽ കാണാം. ഒരു ടെലിവിഷൻ, ആ ടെലിവിഷൻ സ്റ്റേഷനിലെ ടവർ ഒരു പ്രത്യേക തരംഗ ദൈർഘ്യത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നു. അത് നിങ്ങളുടെ ടെലിവിഷനിൽ ചിത്രങ്ങളായി പരിണമിക്കുന്നു. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നതെന്ന് മിക്കവർക്കും അറിയില്ല. ഓരോ ചാനലിലും ഓരോ തരംഗ ദൈർഘ്യമുണ്ടെന്നും ആ തരംഗ ദൈർഘ്യത്തിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്താൽ ആ ചാനലിലെ ചിത്രങ്ങൾ നമ്മുടെ ടെലിവിഷനിൽ കാണാമെന്നും നമുക്കറിയാം. ചാനൽ മാറ്റിക്കൊണ്ട് നമ്മൾ തരംഗ ദൈർഘ്യം തിരഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് ആ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന ചിത്രങ്ങൾ ലഭിക്കുന്നു. മറ്റൊരു ചിത്രമാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ചാനൽ മാറ്റി മറ്റൊരു തരംഗ ദൈർഘ്യത്തിലേക്ക് ട്യൂൺ ചെയ്യാം. നിങ്ങൾ ഒരു മനുഷ്യ പ്രക്ഷേപണ ടവറാണ്. ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏത് ടെലിവിഷൻ ടവറിനേക്കാളും ശക്തി നിങ്ങൾക്കുണ്ട്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തി കൂടിയ പ്രക്ഷേപണ ടവറാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രക്ഷേപണമാണ് നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നതും ഈ ലോകം സൃഷ്ടിക്കുന്നതും. നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന തരംഗങ്ങൾ നഗരങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, ലോകത്തെ തന്നെ കടന്നു പോകുന്നു. അത് ഈ പ്രപഞ്ചത്തിലാകെ പ്രതിധ്വനിക്കുന്നു. ആ തരംഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ചിന്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിലല്ല കാണുക. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. അവ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള സമാനമായവയെ ആകർഷിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളായി തിരികെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രക്ഷേപണത്തിൻ്റെ ചാനൽ മാറ്റുക, തരംഗദൈർഘ്യം മാറ്റുക. മാനസിക ശക്തിയുടെ സ്പന്ദനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് തന്നെ അവ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പന്ദനങ്ങളാണ്. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ സമൃദ്ധിയെ നിങ്ങൾ ആകർഷിക്കും. എപ്പോഴും ആർക്കും ഇത് സാധ്യമാകും. നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സ്വയം സങ്കല്പിക്കുമ്പോൾ ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുകയാണ്. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരും. എന്തുകൊണ്ടാണ് എല്ലാവർക്കും അവർ സ്വപ്നം കാണുന്ന ജീവിതം നേടാൻ കഴിയാത്തത്? ഇവിടെയാണ് പ്രശ്നം. മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്ന് അവർ അത്ഭുതപ്പെടും. ആളുകൾക്ക് അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നതാണ്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക. ഈ നിയമം പരിപൂർണവും കുറ്റമറ്റതുമാണ്. ഒരിക്കലും പിഴക്കില്ല. മാരകമായ പ്ലേഗിനേക്കാൾ രൂക്ഷമായ, മനുഷ്യരാശി ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു മഹാവ്യാധി നൂറ്റാണ്ടുകളായി ഇവിടെ പടരുന്നുണ്ട്. അതാണ് എനിക്ക് വേണ്ട എന്ന് പറയുന്ന മഹാവ്യാധി. ആളുകൾ അവർക്ക് വേണ്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനാൽ ഈ മഹാവ്യാധി ഇവിടെ സജീവമായി നിലനിൽക്കുന്നു. പക്ഷേ ഈ തലമുറ ചരിത്രം തിരുത്തി എഴുതാൻ പോവുകയാണ്. കാരണം നമുക്ക് ഈ രോഗത്തിൽ നിന്നും മുക്തി നേടാനുള്ള അറിവ് ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങളാണ് തുടങ്ങേണ്ടത്. വേണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പുതിയ ചിന്താ പദ്ധതിയുടെ വഴികാട്ടിയാവാൻ കഴിയും. നിങ്ങളൊരു കാര്യത്തെ നല്ലത് എന്നാണോ മോശം എന്നാണോ നിരീക്ഷിക്കുന്നത് എന്ന് ആകർഷണ നിയമം പരിഗണിക്കുന്നില്ല. നിങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നുവോ വേണ്ട എന്നാഗ്രഹിക്കുന്നുവോ എന്നതും ഒരു പ്രശ്നമല്ല. അത് നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. ഒരു കടബാധ്യതയുടെ കൂമ്പാരത്തെ നോക്കി നിങ്ങൾ വല്ലാതെ വേവലാതി അനുഭവിക്കുന്നുവെങ്കിൽ അതാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങളയക്കുന്ന സിഗ്നൽ. ഞാൻ വന്നുപെട്ടിരിക്കുന്ന കടബാധ്യതയെക്കുറിച്ചോർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു. അത് നിങ്ങൾ സ്വയം പറഞ്ഞുറപ്പിക്കുകയാണ്. നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ ഓരോ തലത്തിലും നിങ്ങൾ അത് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് അത് തന്നെയായിരിക്കും ഇനിയും കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് സർവ്വസമാനമാണ്. അത് നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിച്ച് കാണുന്നില്ല. അത് നിങ്ങളുടെ ചിന്തകളെ സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി നിങ്ങളിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്യും. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് ആകർഷണ നിയമം നിങ്ങൾക്ക് എത്തിച്ചു തരും. ഈ മനോഹരമായ പുസ്തകത്തെ നിങ്ങൾ അറിയുക. ഈയൊരു ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി.